ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ? അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. ഒരുത്തിനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തെളിയുമ്പോ ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ല. സാറ് അവനെ കൊണ്ടുപോയിക്കോ. മറക്കില്ല, തളരരുത്. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്തിനാണാവോ? മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാൻ അറിയാമോ? അറിയാമോന്ന്. തെറ്റു പറ്റിയാൽ 100 ആവർത്തി ഇമ്പോസിഷൻ എഴുതിക്കോളാവേ. ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ചാ പറന്നു വരും അവൻ. ഹബീബിനറിയാം, വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു. നന്ദഗോപാൽമാര ഭയങ്കര ബിസിയല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ച എന്ത്? അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. നായകന്റെ അല്ല, വില്ലന്റെ ഇൻട്രൊഡക്ഷൻ. இந்த നമ്പർ 1 നമ്പർ 2 എല്ലാം പാപ്പ വിളയാട്ട്. ഹി ഈസ് ദ ഓൺലി വൺ, ദ മെഗാ വൺ. നിങ്ങളൊരു ഒലക്കാമല സൽസശാപം. സൽസയ്ക്ക് എന്താ കൊമ്പുണ്ടോ? ഈ സ്ഥലത്തിന് എന്താ വാലുണ്ടോ? രതീഷ് കൊണ്ടുവന്ന് കാണിച്ചു തരും. ഈ കൗട്ട രതീഷ് കൊണ്ടുവന്ന് കാണിച്ചു തരും. പ്രേതം വന്നാലും ഭൂതം വന്നാലും രതീഷിന് പുല്ല. പന്നിയെടുത്ത് പോവാൻ പറയട്ടാ, ഇല്ലെങ്കിൽ അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. കൊല്ലുന്ന എന്നെയും കൊല്ല്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. നീ ഒരു കോപം പറയണ്ടടാ. ദൈവനെയാണ് കൊല്ലേണ്ടത്. പന്നി എന്തൊക്കെയായിരുന്നു തള്ളു. വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ ബാധിനാർ. ചന്ദ്ര ആരാണ് എന്റെ കൂടെ വന്നേക്കണം അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാധാർ ടീമാണ്. ആധാർന്ന് പറഞ്ഞാ പോരാ, ഒരു 1.5 പാർട്ടി. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ട് നിധിവെച്ച്. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ബായ്. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയല്ല. ഒരുങ്ങിയിരുന്നോ നീ? ഇപ്പൊ എന്നെ സഹിക്കാൻ പറ്റാതെ നീ എന്റെ കൂടെ നിൽക്കണ്ട. എന്താ വെച്ച് തീരുമാനിച്ചു? ഞാനും കൂടി പോയാലുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല. നീ കൂടി പോയി എന്ത് സംഭവിക്കും? ഞാൻ ചത്തു. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. സൗരുണ്ട് എന്ന് പറയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം.